സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നു. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മേക്കാൾ വലിയ ശക്തി നമ്മെ നിയന്ത്രിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നാം ഭാരപ്പെടേണ്ടതില്ല. പ്രപഞ്ചത്തിലുള്ള സകലത്തിന്റെയും ആരംഭവും അന്ത്യവും തന്റെ ഉള്ളംകൈയിൽ പിടിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മെ നയിക്കുന്നത്. വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനും കരുതുന്നവനുമാണെന്ന് കർത്താവ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ആ സത്യത്തിനു വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു. എന്നാൽ അവിടുന്ന് മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രക്ഷാനായകനാണ്. അവന് നമ്മുടെ വേദനകൾ അറിയാം. അതുകൊണ്ട് നമുക്ക് വരുന്ന പീഡകളിൽ നാം നിരാശപ്പെടേണ്ടതില്ല. സർവ്വലോകത്തിന്റെ അധിപതിയായ ഈ കർത്താവാണ് നമ്മെ സ്നേഹിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഈ സ്നേഹം നിത്യമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനുഭവിക്കാവുന്നതാണ്. കാൽവരി ക്രൂശിലെ മരണത്താൽ കർത്താവ് നേടിയെടുത്തതാണിത്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ഒരു നാൾ രാജാതിരാജാവായി വരുന്നു. അവന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടവർക്ക്, പീഡനങ്ങളേറ്റവർക്ക് എത്രയോ ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. സകലത്തിന്റെ അധിപതിയായ കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. പ്രതികൂല സാഹചര്യങ്ങളെ സഹിപ്പാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷാനായകനും സകലത്തിനും അധിപതിയുമാണല്ലോ. ഏത് കഷ്ടങ്ങളിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് അങ്ങയുടെ വരവിനെ നോക്കി പാർപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകി ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. കഷ്ടങ്ങൾ പെരുകിടുമ്പോൾ ധൈര്യം പകർന്നിടുന്നു. കഷ്ടങ്ങൾ പെരുകിടുമ്പോൾ ധൈര്യം പകർന്നിടുന്നു. കഷ്ടത്തിൻ കാഠിന്യത്തെ മൃദുലമാക്കിയിടുന്നു. കഷ്ടത്തിൻ കാഠിന്യത്തെ മൃദുലമാക്കിയിടുന്നു. എൻ രക്ഷാദായകനേ, കാരുണ്യവാരിധിയേ, സ്നേഹത്തിൻ മൂർത്തിമാനെ, ത്യാഗത്തിൻ സമ്പൂർത്തിയെ പാർത്തിടുന്നു കണ്ടിടുവാൻ.